പൊന്മാൻ തിയേറ്ററുകളിലെത്തി. എല്ലാവരും നല്ല അഭിപ്രായമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ ആരെങ്കിലും സിനിമ കണ്ടോ? എല്ലാവരും കണ്ടോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ. അപ്പോൾ പൊന്മാൻ നല്ല രീതിയിൽ അഭിപ്രായം വരുന്നുണ്ട്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമ കൂടിയാണെന്ന് തോന്നുന്നു. പറയുന്ന ചെറുപ്പക്കാർക്കും അതേസമയം പറയുന്ന പ്രായമുള്ളവർക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കഥാ സന്ദർഭങ്ങളിലും കൂടെ കടന്നു പോകുന്നൊരു സിനിമയാണ്. അതിൽ സംസാരിക്കുന്ന വിഷയം വളരെ ഒരു വിഷയമാണ്. സ്ത്രീധനം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് വളരെ വേറൊരു പെർസ്പെക്റ്റീവിലൂടെ സംസാരിക്കുന്ന സിനിമയാണ്. ഒപ്പം അതിലെ ക്യാരക്ടർ രാജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിന് എന്താ പറയുക, ഭയങ്കര റിലേറ്റബിലിറ്റി ഉണ്ട്. ചെറുപ്പക്കാർക്കിടയിലൊക്കെ രാജേഷ് എന്ന് പറയുന്ന ഒരു ഫൈറ്റർ എത്ര മോശം അവസ്ഥയിലാണെങ്കിൽ പോലും ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു, ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല ശശിയെ എന്ന് പറഞ്ഞ പോലത്തെ സിറ്റുവേഷനിൽ നിന്ന് പോലും ഈ പറയുന്ന മനക്കട്ടിയോടെ കോൺഫിഡൻസ് ആണില്ല. പോരാട്ടമാണ് ലൈഫ്. ആ പോരാട്ടത്തിൽ അലക്സാണ്ടർ ചക്രവർത്തിയാണ് അജേഷ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. അവൻ്റെ ഒരു ഫൈറ്റും അവൻ്റെ ഒരു സർവൈവലും അവൻ്റെ ഒരു വിജയവും ചിലപ്പോൾ സിനിമ കാണുന്ന പ്രേക്ഷകൻ്റെയും ഒരു വിജയമായിട്ട് തോന്നുമായിരിക്കും. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന ആർക്കും അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കാം. അതിൽ പൊന്നാണ് അതിലെ വിഷയം. പൊന്നു മാറ്റി അവിടെ വേറെന്ന് വെച്ചാൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എല്ലാവർക്കും ജീവിതത്തിൽ ഫേസ് ചെയ്യപ്പെടാനുള്ള സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന അജേഷാണ്. അപ്പോൾ ആ രീതിയിൽ അജേഷ് ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും. ആ ക്യാരക്ടറിനെ കുറിച്ചാണ് കുറേ പേര് സംസാരിക്കുന്നുണ്ട്. വിളിക്കുന്നവരൊക്കെ അതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഫീഡ്ബാക്ക് വരുന്ന. അജേഷ് ഭയങ്കരമായിട്ട് അവരെ ഇൻസ്പയർ ചെയ്തു, കണ്ണു നിറയിച്ചു. അവസാനം അജേഷിന് വേണ്ടി കൈയടിക്കാൻ തോന്നി എന്നുള്ള അത് തന്നെയാണ് ഈ സിനിമയുടെ വിജയം. അപ്പോൾ സ്ത്രീധനം എന്ന് പറയുന്ന വിഷയം എപ്പോഴും നമ്മൾ സ്ത്രീകളുടെ കണ്ണുകളിൽ കൂടെയാണ് നമ്മൾ ആലോചിക്കാറ്. അതിനുവേണ്ടി സഹനം അനുഭവിക്കുന്ന ഒരു സ്ത്രീ, അവളുടെ കഷ്ടപ്പാടുകളും അവളുടെ കണ്ണുനീരും എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ ആയിരിക്കും. ആ ഒരു വ്യക്തിമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പൊതുവെ സ്ത്രീധനം എന്ന് പറയുന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ആദ്യം ആലോചിക്കുക. പക്ഷെ അങ്ങനല്ലാതെ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതി എങ്ങനെ ആണുങ്ങളിലും കൂടെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നു എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഒരു സ്ത്രീയെ, ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് വിടാം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ ആ പെൺകുട്ടിയുടെ ആങ്ങളെയും അച്ഛനും അമ്മയും മറ്റ് റിലേറ്റീവ്സും ആ പെൺകുട്ടി ഉൾപ്പെടെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കഷ്ടപ്പാട്, അതൊരു വലിയ ബേർഡനാണ്. ഇവരെല്ലാവരും ആ ഒരു വ്യവസ്ഥയുടെ വിക്ടിംസാണ്. എല്ലാവരും എന്താ പറയുക, പേടിയോടെ നോക്കിക്കാണുന്ന ഒരു സാഹചര്യമാണത്. ഒരു കല്യാണം എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടിയുടെ കല്യാണം എന്ന് പറയുന്നത് അതൊരു ബാധ്യതയായി മാറുമെന്ന് പറയുന്നത് ഒരു സാഹചര്യമുണ്ട് ഈ സ്ത്രീധനം എന്ന് പറയുന്ന സമ്പ്രദായത്തിലൂടെ. അപ്പോൾ ആണുങ്ങൾക്കും അങ്ങനെ ഒരു സിസ്റ്റം വിക്ടിമായ കുറേ ആണുങ്ങളുടെയും ഒക്കെ കാഴ്ചപ്പാടിലൂടെ സ്ത്രീ അവിടെ സെക്കൻഡറി മാത്രമാണ് ഈ ഒരു സിനിമയിലെ നരേറ്റീവിൽ. ആണുങ്ങളാണ് ഇതിനകത്ത് പ്രശ്നം ബാധിക്കപ്പെട്ടിരിക്കുന്നത്. ഈവൻ എൻ്റെ ക്യാരക്ടർ മാത്രമല്ല, സലിന് അഭിനയിച്ചിരിക്കുന്ന മരിയാനു എന്ന ക്യാരക്ടർ പോലും ആ ഒരു സിസ്റ്റത്തിൻ്റെ വിക്ടിമായിട്ടാണ് ഇതിൽ പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു കൃത്യമായിട്ടൊരു നായകൻ വില്ലൻ എന്നുള്ള സങ്കല്പങ്ങൾക്കപ്പുറം ഈ സിനിമ കുറേ വിക്ടിംസിൻ്റെ കഥയാണ്. ഇവൻച്വലി നമ്മൾ തീരുമാനിക്കുന്നു ഇയാളാണ് നായകൻ, ഇയാളാണ് വില്ലൻ, ഇവരൊക്കെയാണ് ഈ സിനിമയിൽ എന്തൊക്കെയാണ് കഥാപാത്രങ്ങൾ നമ്മൾ തന്നെ സിനിമ കണ്ടിട്ട് തീരുമാനിക്കുന്ന ഒരു പൊസിഷനിലേക്കാണ് അതിൻ്റെ എഴുത്തും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ജ്യോതിഷേട്ടൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. നമുക്കറിയാം കുംഭളങ്ങി നൈറ്റ്സും ബ്രഹ്മയുഗവും ഒക്കെ ചെയ്ത സംവിധായകൻ എന്നുള്ള നിലയിൽ, ആർട്ട് ഡയറക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരുപാട് പേരെടുത്തിട്ടുള്ള അവാർഡുകളൊക്കെ നേടിയിട്ടുള്ള കലാസംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം എന്ന നിലയിൽ GR ഇന്ദുഗോപൻ സാറിൻ്റെ 4-5 ചെറുപ്പക്കാർ എന്ന് പറയുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു നോവൽ, ആ നോവൽ വായിച്ചിട്ടുള്ളവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഈ സിനിമ കാണാൻ. ഈ സിനിമയിൽ അവർ കണ്ട കഥാപാത്രങ്ങളും കഥാമുഹൂർത്തങ്ങളൊക്കെ എങ്ങനെ സിനിമയിലേക്ക് എത്തുന്നു എന്നുള്ള ആവേശം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഫീഡ്ബാക്സ് പറയുന്നത് അവരാരും നിരാശപ്പെട്ടില്ല. ബുക്ക് കണ്ട അതേ എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അതിന് മേലെ തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട്, ആരും അതിൽ നിന്ന് താഴോട്ട് പോയിട്ടില്ല എന്നുള്ള നിലയിൽ തന്നെയാണ് എല്ലാവരുടെയും ഫീഡ്ബാക്സ്. അപ്പോൾ അതും ഒരു സിനിമ എന്നുള്ള നിലയിൽ ഇതിൻ്റെ വിജയമാണ്. അതിൻ്റെ ക്രെഡിറ്റ് ഇതിൻ്റെ തിരക്കഥ എഴുതിയ ധൂവൻ ചേട്ടനും ജസ്റ്റിൻ മാത്യു, മിന്നൽ മുരളിയുടെ കോറൈറ്ററാണ്, ജസ്റ്റിനും അവകാശപ്പെട്ടതാണ്. അപ്പോൾ അവരുടെയും ഒരു വലിയ സക്സസ് ആണ്. പ്രത്യേകിച്ച് ഇതിലെ ഓരോ ഡയലോഗ്സും ആൾക്കാർ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഈ പറയുന്ന ആജേഷ് എന്ന് പറയുന്ന ഡയലോഗും ജീവിതം ഒരു പോരാട്ടമാണ്. കിട്ടുന്ന സാഹചര്യത്തിലെല്ലാം നമ്മൾ എൻജോയ് ചെയ്യണം, അല്ലാത്ത സിറ്റുവേഷനിലെല്ലാം നമ്മൾ ഫൈറ്റ് ചെയ്യണം. ആ പോരാട്ടത്തിൽ അലക്സാണ്ടർ ചക്രവർത്തിയാണ് അജേഷ് എന്ന് പറയുന്ന ഡയലോഗും, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന സുഹൃത്തിൻ്റെ അടുത്ത് നിന്നെ പോലുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്താൽ വിട്ടുകൊടുക്കാതെ ഫൈറ്റ് ചെയ്യുന്ന എന്നെ പോലെയുള്ളവരെല്ലടാ അത് ബാധിക്കുന്നത് എന്ന് ചോദിക്കുന്ന അജേഷ് ഒക്കെ ഒരുപാട് ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ
കാലഘട്ടത്തിൽ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനാണ്. ജീവിതം പെട്ടെന്നൊരു ഡെഡ് എൻഡിലെത്തുമ്പോൾ ജീവിതം ഉപേക്ഷിക്കുക എന്ന് പറയുന്ന തോന്നലൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് നമ്മുടെ ചുറ്റുമുണ്ട്. അവർക്കൊക്കെ ഒരു പക്ഷേ ആ സീനൊക്കെ ചിലപ്പോൾ ഒരുപാട് റിലേറ്റബിൾ ആയിരിക്കാം, ചിലപ്പോൾ ഒരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കാം അജേഷിൻ്റെ ഒരു കോൺഫിഡൻസും ആറ്റിറ്റ്യൂഡും. അപ്പോൾ ഓവറോൾ എല്ലാ ടെക്നീഷ്യൻസിൻ്റെയും ഇപ്പോൾ ഞാൻ ഇവരുടെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, പൊതുവെ അങ്ങനെയാണ് ഞാനെല്ലാം പറയും, പിന്നെ ഇവർക്കൊന്നും പറയാനുണ്ടാവില്ല. അതുകൊണ്ട് ഇവർ പറഞ്ഞോട്ടെ. എൻ്റെ ക്യാരക്ടർ അജേഷാണ്. ബാക്കി നിങ്ങളെ എളുപ്പമല്ലേ പറയൂ. അപ്പോൾ ബാക്കി ടെക്നീഷ്യൻസ് സാനു ജോൺ വർഗീസ് അദ്ദേഹം വിശ്വരൂപം പോലെ വലിയ സിനിമകളുടെ ക്യാമറാമാനാണ്. ബദായി ഹോ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഹിന്ദി തെലുങ്ക് സിനിമകളുടെയൊക്കെ ക്യാമറാമാനാണ് അദ്ദേഹത്തിൻ്റെ. മലയാളത്തിൽ അദ്ദേഹം ആർക്കറിയാം എന്ന് പറയുന്ന സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് ഇതിൻ്റെ ക്യാമറ. അദ്ദേഹത്തിൻ്റെ സിനിമാറ്റോഗ്രഫിയെക്കുറിച്ച് കൊല്ലം എന്ന് പറയുന്ന സെറ്റിങ്ങിനെ മനോഹരമായിട്ട് ഒപ്പിയെടുത്തു എന്നുള്ളത് സാനു ചേട്ടനെ കുറിച്ചും നല്ല റെസ്പോൺസസ് ആണ്. മ്യൂസിക് എടുത്തു പറയേണ്ടതാണ്. ജസ്റ്റിൻ വർഗീസിൻ്റെ മ്യൂസിക് പാട്ടുകളൊക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് പോപ്പുലറായി വരുന്നു. ഇതിലെ മ്യൂസിക് എല്ലാ മുഹൂർത്തങ്ങളെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യാനും അതിലെ ഹൈ മൊമെൻറ്റ്സിനെയൊക്കെ നന്നായിട്ട് എലിവേറ്റ് ചെയ്യാനും ഇമോഷണൽ രംഗങ്ങളെയൊക്കെ മനോഹരമായിട്ട് ചിത്രീകരിക്കാനൊക്കെ എലിവേറ്റ് ചെയ്യാനൊക്കെ ജസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. ജസ്റ്റിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് വർക്കുകളായിട്ടാണ് ആൾക്കാർ സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു നല്ല സെറ്റ് ഓഫ് ടെക്നീഷ്യൻസിൻ്റെയും ഒരുപാട് നല്ല ആക്ടേഴ്സിൻ്റെയും ഒക്കെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് ഇപ്പോൾ സിനിമ വന്നിരിക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ റെസ്പോൺസസ്. തീർച്ചയായിട്ടും എല്ലാവരും കാണാൻ അത്രയും കോൺഫിഡൻസ് ഉള്ള ഞങ്ങൾ പറയുകയാണ്. ഇതൊരു നല്ല സിനിമയായിരിക്കും. ഇനി കാണാത്തവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആരെയും നിരാശപ്പെടുത്താത്ത നല്ലൊരു സിനിമയായിരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇതൊക്കെ തന്നെയാണല്ലോ നിങ്ങളെ കൈമാറുന്ന കഴിയില്ല. ഞാൻ കൈമാറാനാണോ? അല്ല, ശരിക്കും ഈ കല്യാണ പിരിവ് എന്ന് പറഞ്ഞ പരിപാടി എല്ലാ നാട്ടിലും ഉണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലും കണ്ണൂരുണ്ട്. അതായത് വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോൾ ആദ്യം 100 രൂപയാണ് കുറെ വർഷങ്ങൾക്ക് മുന്നേ ചെറിയ കവറിലിട്ടിട്ട് പേര് എഴുതിയിട്ട് കൊടുക്കും. അപ്പം അതിന്റെ ഒരു ഭയങ്കര ഹെവി വേർഷനാണ് കൊല്ലത്ത് നടക്കുന്നത് എന്നുള്ളത് എനിക്ക് ഈ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായി. ഈ സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ് മനസ്സിലായത്. പണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പൊ 500 ഇപ്പൊ എത്രയാണെന്ന് അറിയില്ല. ഞാൻ കല്യാണത്തിന് പൈസ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അതായത് കാർഡിന്റെ അടിയിൽ എഴുതുമല്ലോ, ഒന്നും എഴുതിയില്ലെങ്കിൽ പൈസ വാങ്ങിക്കുന്നുണ്ട്. ഞാൻ എഴുതിയിട്ടുണ്ട് വേണ്ട. അപ്പൊ പൈസ വാങ്ങിക്കാന്നാണ് ചെയ്തത്. അല്ല സീരിയസ് എന്ന് പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ നമ്മള് ഈ കല്യാണത്തിന്റെ തലേ ദിവസം അല്ലെങ്കിൽ കല്യാണത്തിന് അന്ന് ഈ രാത്രിക്ക് ഒരാൾ ഇരിക്കും ഇത് എഴുതി വെക്കാൻ വേണ്ടിട്ട്. എഴുതി വെച്ചിട്ട് അത് എത്രയാണ് ഒരു ബുക്കിൽ ഒരു എനിക്ക് 500 പേജിലെ ബുക്ക് നിറച്ചും ചിലപ്പോൾ ഉണ്ടാവും. അത്രയും പൈസ കിട്ടുന്നുണ്ടാവുമായിരിക്കും. അത് തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അത്രയും വായിച്ച നേരത്തെ തിരിച്ചു കൊടുക്കണം എന്നുള്ളത് ഈ സിനിമയിൽ ഭയങ്കര വ്യക്തമായിട്ട് കാണിക്കുന്നത്. നമുക്ക് നാട്ടിൽ അങ്ങനെ ഇല്ല. നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മര്യാദയുടെ പുറത്ത് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. എന്റെ വീട്ടിൽ കൊടുക്കുന്നില്ല എന്ന് വിചാരിക്കുന്നില്ല. ഞാൻ കൊടുക്കാറില്ല, വാങ്ങിക്കാറില്ല. അപ്പോ അതും നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ഈ ശരിക്കും ഈ അജേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടർ എല്ലാവരുടെയും ഉള്ളിൽ അജേഷ് ഉണ്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ ബേസിൽ ശരിക്കും ഒരു അജേഷാണ്. കാരണം IT ജോലി ചെയ്തിട്ട് സിനിമയിലെത്താൻ ഒരു മാർഗവും ഇല്ലാണ്ട് ഷോർട്ട് ഫിലിം ചെയ്ത് സിനിമയിലെത്തി, സിനിമ ഡയറക്ട് ചെയ്തു, അഭിനയിച്ചു. ഞാനും ആനന്ദും പണ്ട് മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ പരിപാടിക്ക് ഞാൻ ആനന്ദിന്റെ വീട്ടിലാണ് താമസിച്ചത്. ഞങ്ങള് മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടറിൽ TV കാണിക്കുന്ന എപ്പിസോഡിൽ പോലും എത്തിയിട്ടില്ല. അതിന്റെ ഓഡീഷന് പോയി. എറണാകുളത്തായിരുന്നു ഫസ്റ്റ് ഓഡീഷൻ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് ഓഡീഷൻ കഴിഞ്ഞിട്ട് അന്ന് സെലക്ട് ആയിട്ടില്ല. അന്ന് രാത്രി ഞാൻ എന്റെ വീട്ടിലാണ് താമസിച്ചത്. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അന്ന് 2000 എപ്പോഴോ. അപ്പൊ അതിന്നൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ട് സിനിമയിലെത്തി. ഇപ്പൊ നമ്മൾ കണ്ടുപിട്ടി. ഇപ്പൊ ഞാനാണെങ്കിലും ഞാൻ കണ്ണൂരിന്ന് വന്ന് സിനിമയിൽ എത്താൻ വേണ്ടി കുറച്ചുപേരെങ്കിലും തിരിച്ചറിയുന്നു, നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നു എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള അജേഷാണ്. അപ്പൊ ഈ സിനിമയിൽ അത് വ്യക്തമായിട്ട് അജേഷ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. അജേഷ് എന്ന് പറഞ്ഞു ഇപ്പൊ കടത്തി എന്ന് പറയാനുള്ള എല്ലാവരുടെ ഉള്ളിലുണ്ട് അജേഷ്. ഉറപ്പായിട്ടും സന്തോഷമുണ്ട് ഈ പടത്തിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ.
ഒരു കൊല്ലത്ത് നടന്ന ഒരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് GR ചേട്ടൻ നാല് ചെറുപ്പക്കാരനൊരു നോവൽ എഴുതുന്നത്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് ജ്യോതിഷ് ചേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ പൊന്മാൻ. അപ്പോൾ അത് ഒരു നോവല് സിനിമയാക്കുന്നത് ചിലപ്പോൾ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റി, നല്ല രീതിയിൽ അഭിപ്രായം കേൾക്കുന്നു, അതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ പടത്തിൽ എല്ലാവർക്കും നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. എല്ലാവരും കണക്റ്റ് ആവും. ഈ പറഞ്ഞ അമ്മമാർക്കും പെങ്ങന്മാർക്കും സ്ത്രീകൾക്കൊക്കെ ഭയങ്കര രീതിയിൽ കണക്റ്റ് ആവുന്ന, ഫാമിലി ഓഡിയൻസിന് എല്ലാ രീതിയിലും ഇമോഷണലായിട്ടും കണക്റ്റ് ആവുന്ന ഒരു സിനിമയാണ്. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും കാണാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വളരെ സന്തോഷം. ഞാൻ ഈ പൊന്മാന്റെ കഥ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ നാലഞ്ച് ചെറുപ്പക്കാരെന്ന് പറഞ്ഞ നോവൽ അതിനുശേഷം വായിക്കുമ്പോഴോ ഉണ്ടായിരുന്ന അതേ എക്സൈറ്റ്മെന്റോട് കൂടി തന്നെയാണ് ഇപ്പോൾ സിനിമ റിലീസായിട്ടും ഇവിടെ പ്രസ് മീറ്റിന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോഴും എനിക്ക് അതേ എക്സൈറ്റ്മെന്റ് തന്നെയാണ്. സിനിമ അത്രയും നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പ്രിവ്യൂ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നിങ്ങളോട് എല്ലാവരോടും അത് തന്നെയാണ് പറയാനുള്ളത്. സിനിമ വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും കണക്ട് ചെയ്യുന്ന ഒരു സിനിമയായിരിക്കും. വളരെ കുറേ കാലത്തിന് ശേഷം നല്ല ലൈഫുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് പൊന്മാൻ തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഇവരെല്ലാവരും സംസാരിച്ച പോലെ ഇത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും എല്ലാവർക്കും പല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഇത് പൊന്ന് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഫാമിലീസിന്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കാൻ പറ്റും, ചിന്തിക്കാൻ പറ്റും ഇതിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തെപ്പറ്റി. ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഫാമിലീസിലും ഇതിനെപ്പറ്റി ഒരു ചർച്ച ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു ഡിസ്കഷൻ ഉണ്ടാവും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് തന്നെയാണ് ഈ ഒരു സിനിമയുടെ വിജയം എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സിനിമ കണ്ടതിന് ശേഷം ഈ നാലഞ്ച് ചെറുപ്പക്കാരെന്ന് നോവല് പിന്നെ വായിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഫേസ് ആയിരിക്കും അവർക്ക് കിട്ടുന്നതെന്ന് വിചാരിക്കുന്നു. അതും ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നുന്നു. ശരിയല്ലേ? പുതിയ പതിപ്പിന്റെ കവറിൽ ബേസിൽ പോയ ഫോട്ടോ സൈഡിൽ ഞങ്ങളുടെ വെക്കായിരുന്നു. പടം റിലീസാകുന്ന ദിവസം താങ്കൾ ന്യൂസ് ചാനലിലെ ഗസ്റ്റ് ആയിട്ട് വരികയാണ്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞ സമയത്ത് ഒരു കുട്ടിയുടെ മരണമായിട്ട് ബന്ധപ്പെട്ട വാർത്ത കയറി പോകുന്നു. ആ സമയത്തൊന്നും നിങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ല, ഫ്ലോറിലേക്ക് കയറാൻ പറ്റില്ല. 9:30 ഷോയ്ക്കും കയറണം. പക്ഷെ ഞാൻ കണ്ട ഏറ്റവും കൂൾ മാനായിട്ട് നിങ്ങൾ അവിടെ ഇരിക്കുന്നു. ജീവിതത്തിൽ സിനിമ ഇരിക്കുന്നത്. കാരണം ഫസ്റ്റ് ഷോ പടം കാണാൻ പോകണം പറഞ്ഞു വെച്ച ന്യൂസ് ചാനലിന്റെ ഗസ്റ്റായിട്ട് വന്നിട്ട് അവിടെ ഒരു പെട്ടെന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത കാരണം കയറാൻ പറ്റുന്നില്ല. ഞാൻ നോക്കുമ്പോൾ ബേസിൽ ജോസഫ് എന്നുള്ള കൂൾ മാനായിട്ടിരിക്കുന്നു. ജീവിതത്തിൽ സിനിമ ഇരിക്കാനാണ്. ഒരു പടം റിലീസാവുന്ന ദിവസം നമുക്ക് ഫസ്റ്റ് ഷോയ്ക്ക് പോകണം, ഇവിടെ ഗസ്റ്റായിട്ട് കയറാൻ പറ്റില്ല, ബട്ട് നോ ടെൻഷൻ. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമെന്ന് ചോദിച്ചു. സിനിമയെ കുറിച്ച് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സിനിമ കാണാൻ പോകുന്നതിന്റെ ടെൻഷൻ എന്തായാലും ഉണ്ട്. അല്ലാതെ പ്രോഗ്രാം, നിങ്ങളുടെ പ്രോഗ്രാം എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രയോറിറ്റീസ് ഉണ്ടാവുമല്ലോ. അതിനൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് കൊടുക്കുക എന്ന് പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് അവിടെ കയറി വെയിറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ കൂളാണ്, മാക്സിമം കൂളായിട്ടിരിക്കാനാണ് നോക്കുന്നത്. എന്നാലും ഉള്ളിൽ നല്ല ടെൻഷനുണ്ട്, പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഈ വാച്ചൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരും. കുറച്ച് ഡീപ്രത്ത് എടുക്കും, ഒരു സൂര്യൻ്റെ മുമ്പിൽ പോയി കുറച്ച് ശ്വാസം അകത്തോട്ട് വെച്ച് പുറത്തോട്ട് വിടും. ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന നോട്ടിഫിക്കേഷൻ വരും ഇടയ്ക്കിടയ്ക്ക്. സ്ട്രെസ്സിനൊന്നും ഒരു കുറവില്ല. ഇതിങ്ങനെയൊക്കെ പോകുന്നു. സാറിന്റെ കഥകളിലെ ഏറ്റവും മികച്ച സിനിമയാണ് പൊന്മാൻ എന്നാണ് കണ്ടിരുന്ന ഓരോ പ്രേക്ഷകരും പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് മുമ്പും പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇത് കണ്ടിറങ്ങുമ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും, ഏതൊരു മിഡിൽ ക്ലാസ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതന്നെ ബുക്ക് വായിച്ചവരുടെ ഒക്കെ ഒരു ഫീഡ്ബാക്സ്. ബുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ബുക്ക് വായിച്ചുകൊണ്ടാണ് ഇത് ചെയ്യാം എന്ന് തീരുമാനം എടുക്കുന്നത്. ബുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഇത് ചെയ്തിട്ടേ ഉള്ളൂ, ഇത് ചെയ്തിട്ടേ വേറെ എന്ത് പരിപാടിക്കും പോകുന്നുള്ളൂ, ഇത് ചെയ്യണം, അങ്ങനെ ഒരു തീരുമാനം അതിൽ തന്നെ എടുത്തായിരുന്നു. പക്ഷെ ബുക്ക് വായിക്കുന്ന പോലെ അല്ല സിനിമയിലേക്ക് വരും. അപ്പോൾ ബുക്കിൻ്റെ അതിൻ്റേതായിട്ടുള്ള ലിബർട്ടീസ് ഉണ്ട്. ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്പേസ് ആയിരുന്നു. നമ്മൾ കാണുന്ന വിഷ്വൽസും നമ്മൾ കാണുന്ന മുഖങ്ങളും ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. നമ്മൾ തന്നെ ഒരു ഇമാജിനേഷൻ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എന്നാൽ സിനിമയിലേക്ക് വരുമ്പോൾ സിനിമയായിട്ട് വേണം അതിനെ കാണാൻ. അപ്പോൾ ആൾക്കാർക്ക് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലിബർട്ടീസും ബുക്കിൻ്റേതായിട്ടുള്ള അത്രയും സമയവും ഡീറ്റെയിലിങ്ങുകളും നമുക്ക് ഒരിക്കലും സിനിമയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ബുക്കിൽ നിന്ന് സിനിമയിലേക്ക് ആകുമ്പോൾ ആ ബുക്കിൻ്റെ ഒരു സോള് ചോർന്നു പോകാതെ എങ്ങനെ സിനിമയിലേക്ക് എത്തിക്കാം എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് സ്ക്രിപ്റ്റ് ആക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള, എന്നാൽ ബുക്കിലെ കുറേ
കാര്യങ്ങൾ സിനിമയിലേക്കും വന്നപ്പോൾ മാറിയിട്ടുണ്ട്. ബുക്കിൽ വഴി കൂടെ അല്ല സിനിമ സഞ്ചരിച്ചിരിക്കുന്നത്. സിനിമ സ്ക്രിപ്റ്റ് ആയപ്പോൾ വേറെ വഴി കൂടെയാണ് സിനിമ സെക്കൻഡ് ഹാഫിലൊക്കെ സഞ്ചരിക്കുന്നത്. അതിൻ്റെ ക്രെഡിറ്റ് ജസ്റ്റിൻ മാത്യുവിനും കൂടെ ഉള്ളതാണ്. ഇതിൻ്റെ സ്കോർ റൈറ്റർ ജസ്റ്റിനാണ് പല മേജർ പ്ലോട്ട് പോയിന്റ്സ് മാറ്റി ആലോചിച്ചതും ചിന്തിച്ചതൊക്കെ. പിന്നെ GR ചേട്ടൻ്റെയും നല്ല കോൺട്രിബ്യൂഷൻ, ഓഫ് കോഴ്സ് ജ്യോതിഷേട്ടൻ്റെയും. അപ്പം എല്ലാവരുടെയും കൂടെ എല്ലാവർക്കും അറിയാവുന്നത് സിനിമയായിട്ട് നന്നായിട്ട് വരണം. സിനിമയാകുമ്പോൾ ബുക്കിൽ നിന്ന് വലിയ രീതിയിൽ മാറ്റങ്ങളില്ലാതെ ബുക്കിനേക്കാളും നന്നായാൽ അത്രയും സന്തോഷം. എന്നാൽ ബുക്കിൻ്റെ അത്രയെങ്കിലും തന്നെ നമുക്ക് എത്തിക്കണം എന്നുള്ളൊരു ഒറ്റ ഒരു വിശ്വാസം തന്നെയാണ് നമ്മൾ ആദ്യം മുതലേ ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ എല്ലാവരും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തത്. ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിന് നേരിട്ട് കഥാപാത്രങ്ങളൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചില്ല. ഒരു കാര്യം പറയാനുണ്ട്, യെസ് വിട്ടുപോയായിരുന്നു. അപ്പോൾ ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് ബേസിക്കലി. ഇതിൻ്റെ ഇത് നടന്നത് കൊല്ലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ഇതിൻ്റെ സംവിധായകൻ ജ്യോതിഷേട്ടൻ്റെ തന്നെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഈ 4-5 ചെറുപ്പക്കാരെന്നാണ് നോവലിൻ്റെ പേര്. ആ 4-5 ചെറുപ്പക്കാരിൽ ഒരു ചെറുപ്പക്കാരൻ അന്ന് ജ്യോതിഷേട്ടനായിരുന്നു. ഇന്ന് അത്ര ചെറുപ്പക്കാരനല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അതെ, ഇത് മറുത എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ജ്യോതിഷേട്ടൻ്റെ ശരിക്കുള്ള ക്യാരക്ടർ റിയൽ ലൈഫിൽ. പിന്നെ ഇതിൽ മാർക്കണ്ഡേയ ശർമ്മ എന്ന് പറയുന്ന ദീപക് ചെയ്ത ക്യാരക്ടർ ആക്ച്വലി റിയൽ ലൈഫിൽ ഉണ്ടായിരുന്നത് ബാലാജി ശർമാജി എന്ന് പറയുന്ന ആക്ടറാണ്, രാജേഷ് ശർമ്മ. അദ്ദേഹമാണ് റിയൽ ലൈഫിൽ ആ മനുഷ്യൻ. അദ്ദേഹം ഈ സിനിമയിൽ പള്ളിയിലച്ചൻ റോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടായിരിക്കും അതിലേതിലൊരു സീനുണ്ട്, പള്ളിയിലച്ചനായിട്ടുള്ള ശർമാജി വന്നിട്ട് ദീപകിൻ്റെ അടുത്ത് വന്നിട്ട് ഡയലോഗ് പറയുന്ന സീൻ. അതായത് റിയൽ ലൈഫിലെ ആള് സിനിമയിൽ അഭിനയിക്കുന്ന ആളുടെ അടുത്ത് കോമ്പിനേഷൻ സീനിൽ വന്നിട്ട് എടാ നോക്കിയും കണ്ടൊക്കെ നിന്നോണെ എന്ന് പറയുന്ന ഒരു അപൂർവ ഒരു മൊമെന്റും ആക്ച്വലി ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് അജേഷ് PP എന്ന് പറയുന്ന ഇതിലെ സെൻട്രൽ ക്യാരക്ടറിനെ ആക്ച്വലി റിയൽ ലൈഫിലുള്ള ആളെ അന്നത്തെ സംഭവത്തിന് ശേഷം പിന്നെ നമ്മൾ ആരും കണ്ടിട്ടില്ല. ഈ പറയുന്ന 4-5 ചെറുപ്പക്കാരും കണ്ടിട്ടില്ല, വേറെ ആരും കണ്ടിട്ടില്ല. ഇത് കാണുന്ന അജേഷ് PP ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. ഈ പറയുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അജേഷിനെ, റിയൽ ലൈഫ് അജേഷിനെ നേരിട്ട് കാണാൻ താല്പര്യമുണ്ട്. ഞങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഈ പറയുന്ന അജേഷിന് കിട്ടാനുള്ള ആ സ്വർണത്തിനുള്ള അത്രയും പൈസ നമ്മൾ അജേഷിന് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അജേഷ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അജേഷ് തീർച്ചയായിട്ടും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാ അജേഷുമാരും റിയൽ ലൈഫ് മര്യാദ ഉണ്ടെങ്കിൽ ഒന്നും കിട്ടാത്ത അവിടെ ഇരുന്നോ മര്യാദ വേണ്ട. അല്ല മര്യാദ സജിനെ കണ്ട് ഇടിക്കും. ഞാനിങ്ങനെ നല്ല പറഞ്ഞിട്ട് എന്നെ കണ്ടാലും ഇടിക്കായിരിക്കും. പേരുകൾ വളരെയധികം യൂണിക്കാണ്. അങ്ങനെ കുറെ പേരുകളുണ്ട്. അപ്പൊ അവിടെ കോമൺ ആയിട്ട് അജീഷ് എന്നുള്ള പേര് അപ്പോഴൊരു സ്ക്രിപ്റ്റ് ആയ സമയത്ത് എനിക്കിവിടെ ഒരു വെറൈറ്റി പേര് കിട്ടിയാൽ തോന്നിയായിരുന്നു. ഇല്ല, അത് ക്യാരക്ടർ ആക്ച്വലി തീരദേശ മേഖലയിൽ നടക്കുന്ന കഥയായതുകൊണ്ട് അവിടുത്തെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് ഇങ്ങനത്തെ പേരുകൾ. അങ്ങനത്തെ ഒരു ലാറ്റിൻ കാത്തലിക് കമ്മ്യൂണിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള പേരുകളാണ്. ടെറൻസ് ബ്രൂണോ, ഈ പറയുന്ന മരിയാനോ റോബർട്ടോ, സ്റ്റെഫി ഗ്രാഫ്, ജക്ക് ദേവസി, ബ്രോഷ്, മാർക്കണ്ഡേയ ശർമ്മ എന്നൊക്കെ പറയുന്ന പേരുകളാണ്. അപ്പോൾ അവരുടെ ഇടയിലേക്ക് പുറത്തുനിന്ന് വന്ന് കയറുന്ന ഒരാളാണ് അജേഷ്. അപ്പോൾ അജേഷിന് ആ പേര് സ്യൂട്ടബിൾ ആവില്ല. അജേഷ് വേറെ സിറ്റിയിൽ, അവിടെ കൊല്ലം ടൗണിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ പുള്ളി ഈ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളല്ല. അപ്പോൾ അജേഷിന് അപ്പോൾ അതുകൊണ്ട് വേറൊരു പേര്, അജേഷിനും കുറച്ച് അങ്ങനത്തെ വ്യത്യസ്തമായ പേരിട്ടിരുന്നെങ്കിൽ പക്ഷേ ആ ഒരു സ്ട്രേഞ്ചറായിട്ട് ഫീൽ ചെയ്യില്ല. അതെ അതെ. ആളുകൾക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അതായത് ഒരു ഹ്യൂമർ കഥാപാത്രം പറഞ്ഞ് സ്ക്രീനിൽ കുറെ നേരം നിന്നതിന് ശേഷം ഒരു സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡയലോഗ് പറഞ്ഞിട്ട് പെട്ടെന്ന് പോകുന്ന അല്ലെങ്കിൽ ഒരു മെസ്സേജ് തന്നു പോകുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് ബ്രേക്ക് ചെയ്യാനായിട്ടൊരു കഥാപാത്രമാണ് പൊന്മാനിലെ കഥാപാത്രമായിട്ട് അങ്ങനെ ഫീൽ ചെയ്തോ? എൻ്റെ ആക്ടിങ് കരിയറിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നന്നായിട്ട് എഴുതപ്പെട്ടിട്ടുള്ള, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ക്യാരക്ടറാണ് അജേഷ്. ബാക്കി ക്യാരക്ടേഴ്സ് ഒന്നും അങ്ങനെ എഴുതിയിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എഴുതപ്പെട്ടിട്ടുള്ള, അത് ഈ ലിറ്ററേച്ചറിന്റെ കൂടെ ഗുണമാണ്. ഒരു നോവലിൽ അതിനെക്കുറിച്ച് അത്രയും ആധികാരികമായിട്ട് എഴുതിയിട്ടുണ്ട് ആ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ എല്ലാ ലേയേഴ്സും. പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ അത്രയും നമുക്ക് അറിയാലോ ആ ക്യാരക്ടറിനെ കുറിച്ച്. ഫുൾ ക്യാരക്ടർ സ്റ്റഡി തന്നെയാണല്ലോ ആ നോവലും. അപ്പൊ അതുകൊണ്ട് എനിക്ക് അഭിനയിക്കുമ്പോഴും അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. അത്രയും നന്നായിട്ട് എഴുതിയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ബാക്കി സിനിമകളിലൊക്കെ ക്യാരക്ടേഴ്സ് വെൽ റിട്ടൺ ആണ്. എന്നാൽ പോലും
ഏറ്റവും അധികം ലെയേർഡായിട്ടും ഡെപ്തിൽ എഴുതിയിട്ടുള്ള ഒരു ക്യാരക്ടർ അജേഷിൻ്റെതാണ്. അതുകൊണ്ടും കൂടെയാണ് ആ ക്യാരക്ടർ ആൾക്കാർക്ക് ഇത്രയും എന്താ പറയുക ബെസ്റ്റായിട്ട് ഏറ്റവും നന്നായിട്ട് ചെയ്ത ക്യാരക്ടറായിട്ട് തോന്നുന്നു, ഏറ്റവും നന്നായിട്ട് അഭിനയിച്ച സിനിമയായിട്ട് തോന്നുന്നു എന്നൊക്കെ തോന്നാനുള്ള കാരണം ആ ക്യാരക്ടർ അത്രയും നന്നായിട്ട് എഴുതപ്പെട്ടിട്ടുള്ളതും കൂടെ തന്നെയാണ്. സഞ്ജയുടെ കാണുമ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ ഏകദേശം ഒരു വില്ലനായിട്ട് നമുക്ക് തോന്നുന്നു, അങ്ങനെയാണ് സ്ക്രീനിൽ കാണുന്നത്. അപ്പം വില്ലനെ മലർത്തി അടിക്കുന്ന ഒരു ആക്ഷൻ ഹീറോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു മസിൽ പവർ കാണിക്കുന്ന ഒരു ഹീറോ ആയിട്ടോ ബേസിൽ നമുക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു സ്ക്രീൻ സ്പേസ് മലർത്തി അടിക്കുന്ന ഒരു വില്ലനെ മലർത്തി അടിക്കുന്ന ഒരു നായകനായിട്ടല്ലേ തോന്നുന്നത്? അല്ല, അങ്ങനെ ഒരിക്കലും വർക്കാവില്ല. ഞാൻ മുമ്പ് പറഞ്ഞു, ഞാൻ KGF മറ്റേ വില്ലൻ വയലൻസ് എന്ന് പറഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ എന്ന് പറയും. അപ്പോൾ ആ തിരിച്ചറിയുന്നത് നിങ്ങളെക്കാൾ നന്നായിട്ട് എനിക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനത് ചെയ്യില്ല. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ മറ്റേ കരാട്ടെ മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ച് ആദ്യത്തെ സീനിൽ തന്നെ അങ്ങനെ മാസമായിട്ടുള്ള റോളാണെങ്കിൽ അങ്ങനെ പഠിച്ചു വന്ന് കാണുന്നവർക്ക് തോന്നണം, ആ ഇവൻ ചിലപ്പോൾ നാലാളെ ഇടിക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറും അതിനുള്ള കഴിവ് എനിക്കും കൂടെ ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുമായിരിക്കും. പക്ഷെ അല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ സച്ചിന്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ എന്നത് ഇങ്ങനെ തൂക്കിയെടുത്ത് അങ്ങനെ എറിഞ്ഞാൽ മതി എന്ന് പറയും. അപ്പൊ അത് ഒരിക്കലും പ്രാക്ടിക്കൽ ആവില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ കഥയിൽ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ഹീറോയിസം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക, സ്ക്രിപ്റ്റിലൂടെ എങ്ങനെയാണ്, കഥയിലൂടെ എങ്ങനെയാണ്, ക്യാരക്ടറിലൂടെ എങ്ങനെയാണ് അത് സഞ്ചരിക്കുക എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റ് ആയതുകൊണ്ട് തന്നെയാണ് അത് അവസാനം വരെയും. ഇപ്പോൾ ആക്ഷനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒരിക്കലും മറ്റേ ഇടിക്കുക എന്നുള്ള ആക്ഷനൊന്നും അല്ല, അത് സ്ട്രഗിളാണ്. കടിക്കുക, മാന്തുക, അതൊക്കെയാണ് നമ്മുടെ ആക്ഷൻ. ഈ കഥ കേൾക്കുമ്പോ ഈ കഥ കേൾക്കുമ്പോ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ ഇത് എനിക്ക് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചിന്ത എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു? ഇല്ല, മ്യൂസിക് അത് കഥ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കൊണ്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ കമ്മിറ്റ് ചെയ്യുള്ളൂ. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമ. ഞാൻ കൊല്ലംകാരനാണ്. ഇതേപോലെ ഈ പൈസ പഠിക്കുന്ന പരിപാടിക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ എഴുതാനുള്ള ഒരാളാണ്. പേഴ്സണലി എന്റെ കല്യാണത്തിന് ഇങ്ങനെയുള്ള കലാപരിപാടികളൊന്നും വേണ്ടെന്ന് തീരുമാനിച്ചത്. കല്യാണ ലെറ്റർ ഒക്കെ അടിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെ സ്വീകരണം ഇന്ന ഡേറ്റിലാണ്. അതായത് പൈസ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. 500 രൂപ കൊടുത്തിട്ട് 100 രൂപ കൂടുതൽ എന്തായാലും മേടിക്കും. അത് അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് ചോദിക്കുന്ന ഒരു പരിപാടി ഞങ്ങളുടെ നാട്ടിലുണ്ട്. പക്ഷെ എന്റെ കല്യാണത്തിന് ആ കലാപരിപാടികൾ വേണ്ടത്. കല്യാണ ലെറ്റർ ഞാനിപ്പോ ഫേസ്ബുക്കിൽ നോക്കിയെടുത്തതാണ്. ഇപ്പൊ സ്വീകരണം ഒന്നും വെച്ചിട്ടില്ല. ഭയങ്കരമായിട്ട് അഭിമാനം ഉണ്ടാക്കിയത്, സന്തോഷം അഭിമാനമൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഗുണവും ചെയ്യും. കാരണം പാവം പിടിച്ച വീട്ടുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം കല്യാണത്തിന് ഒരു തുക കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ സ്വർണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേടിക്കാനും, ആ സ്വർണത്തിന് മാത്രമല്ല ആ കല്യാണ ചെലവുകളും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി അവർക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവും. പക്ഷെ എന്നാൽ പോലും 500 രൂപ കൊടുക്കുന്നിടത്ത് 400 രൂപ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു ചോദിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതേപോലെ തന്നെ ഒരു ബുക്ക് ഉണ്ടാവും. ആ ബുക്കിനകത്ത് അപ്പോൾ ഒരു വീട്ടിൽ ചിലപ്പോൾ 2 പെൺകുട്ടികളുള്ള വീടുണ്ടാവും. ഞങ്ങളുടെ അവിടെ തന്നെ കല്യാണം മാത്രമല്ല, ഈ വീടിന് പാലുകാച്ചൽ എന്ന് പറയും, അവിടെ ഈ പരിപാടിയുണ്ട്. അപ്പൊ ഈ ഇപ്പൊ എന്റെ കല്യാണം ആണെന്നുണ്ടെങ്കിൽ ഞാൻ പോയി വിളിക്കുമ്പോൾ ചിലപ്പോൾ ആ വീട്ടിലെ പാലുകാച്ചിനായിരിക്കും ഞാൻ പോയി പൈസ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതുവരെ നോട്ട് ചെയ്യും. അപ്പൊ പാലുകാച്ചിനാണോ വിവാഹത്തിനാണോ എന്നുള്ള കാര്യം അടക്കം. അപ്പൊ ഒന്ന് പറയും ഇപ്പൊ 500 കൊടുത്തിട്ടുണ്ടെങ്കിൽ പാലുകാച്ചിന് ഞാൻ അവന് 1000 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറയാം. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ അത് ഉള്ള കാര്യമാണ്. പക്ഷെ ഒരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആവും, ഭയങ്കര ഹെൽപ്ഫുൾ ആവും. സാധാരണ വീട്ടുകാരെ സംബന്ധിച്ച് ഭയങ്കര ഹെൽപ്ഫുൾ ആവും. അപ്പം പൊതുവെ കൊല്ലംകാരെ കുറിച്ച് ഇങ്ങനെ കുറച്ച് നെഗറ്റീവ് പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇപ്പം എങ്ങനെ ഉണ്ടായിരുന്നു, ഞങ്ങൾ കൊല്ലംകാർ എങ്ങനെ ഉണ്ടായിരുന്നു, അവിടുത്തെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ ഉണ്ട്, മൺട്രോത്തുരത്തിലെ ഒരു കാര്യം. മൺട്രോത്തുരത്തില് അവിടുത്തെ ആളുകൾ ഒരു അതിജീവനത്തിന്റെ പാതയിലാണ്. പ്രത്യേകിച്ച് സുനാമിക്ക് ശേഷം അവിടെ വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ നേരിടുന്ന ഒരു പ്രദേശമാണ്, താഴ്ന്നു പോകുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ അവിടെ ആ രീതിയിലുള്ള അതിജീവനം. അപ്പൊ നിങ്ങളുടെ സിനിമയ്ക്കകത്ത് തന്നെ താറാവിട് പ്രൊഡ്യൂസറായിട്ട് വന്ന ശ്യാംദേവ് ശ്രാവൺ എന്ന് പറഞ്ഞൊരു നമ്മൾ പേഴ്സണലായിട്ട് നമ്മുടെ ഒരു സുഹൃത്തു കൂടിയാണ്. അദ്ദേഹമൊക്കെ അവിടുന്ന് വീട് വിട്ടു പോകേണ്ട ഒരു സാഹചര്യം വരെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുതിയ വീട്ടിൽ അദ്ദേഹം വീട് മാറി, എന്നിട്ട് മൺട്രോത്തുരത്തിന്റെ മറുകരയിലേക്ക് താമസം മാറിയപ്പോൾ പോലും പഴയ വീടിന്റെ ആ ദുരന്തപൂർവമായ ഫോട്ടോ അദ്ദേഹം ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്, പഴയ വീട്. അപ്പൊ ഒന്ന് ആലോചിച്ചോളാം, ആ നാട്ടുകാരുടെ ആ സ്വന്തം മണ്ണിനോടുള്ള അത്രയും ഇഷ്ടം കൊണ്ടായിരിക്കുമല്ലോ സ്വന്തം വീടിന്റെ ഫോട്ടോ എടുത്ത് പഴയ വീടിന്റെ ഫോട്ടോ പുതിയ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചാൽ. അപ്പൊ അത്രയും കണക്റ്റ് ആണ് മൺട്രോത്തുരത്തിലെ ഓരോ നിവാസികളും ആ പ്രദേശത്തോടുകൂടി. അപ്പൊ നിങ്ങൾ ആ 10-60 ദിവസത്തെ ആ ഷൂട്ടിംഗ്, അതായത് മൺട്രോത്തുരത്തെ നിവാസികളുമായിട്ടുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് ഞങ്ങളുടെ കൊല്ലംകാരെ കുറിച്ചുള്ള പപ്പടത്തിന് വേണ്ടി പോലും അടിയുണ്ടാക്കുന്ന കൊല്ലംകാരെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ? മൊത്തത്തിൽ എല്ലാവരുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ്?
അല്ല, കൊല്ലംകാരെ കുറിച്ച് എനിക്ക് പേഴ്സണലി എനിക്ക് ഇതുവരെ ഒരു മോശം അഭിപ്രായം ഉണ്ടായിട്ടില്ല, എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല പേഴ്സണലി. ഈ പറയുന്നത് ഞാൻ ജയ എന്ന് പറയുന്ന സിനിമ അവിടെ തന്നെയാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും നല്ല 2 സിനിമകൾ ഉണ്ടായിട്ടുള്ളത് കൊല്ലത്തു നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൊല്ലം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫേവറേറ്റ് സ്ഥലങ്ങളിൽ ഒന്നാണെന്നാണ് എനിക്ക് എൻ്റെ ഭാഗ്യ സ്ഥലങ്ങളിൽ ഒന്നാണ് കൊല്ലം എന്ന് പറയുന്നത്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ കൊല്ലത്തു നിന്നുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പേര്, ഞാൻ തിരുവനന്തപുരത്താണ് പഠിച്ചത്, അപ്പോൾ അവിടെ ഒരുപാട് കൊല്ലത്തു നിന്നുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. ആരുടെ ഭാഗത്തുനിന്ന് എനിക്ക് അങ്ങനത്തെ ഒരു തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അതിനൊരു ജനറലൈസ്ഡ് ആയി തോന്നി വന്നു തുടങ്ങിയപ്പോൾ അങ്ങനെ ആവും തോന്നുന്നു. എനിക്കൊന്ന് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അതങ്ങനെ നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നേരെ പോകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ ആർക്കെങ്കിലും ചിലപ്പോൾ അത് ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ അത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നതുകൊണ്ടായിരിക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ പറയുന്ന ഷൂട്ടിങ്ങിൻ്റെ ഇടയിലൊക്കെ കക്കയിറച്ചി ഒക്കെ കൊണ്ടുതരും. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇരുന്ന് കഴിക്കും. ഭയങ്കര സ്നേഹത്തോടെയാണ് അവിടെ ഉള്ളവരൊക്കെ ഞങ്ങളെ ട്രീറ്റ് ചെയ്തിരുന്നത്. ഈ പറയുന്ന മൺട്രോത്തുരത്തിൽ കുറേ ദിവസം ഷൂട്ട് ചെയ്തത് ഞങ്ങൾ, ഒരുപാട് ദിവസം. മൺട്രോത്തുരത്ത് ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു പാരിസ്ഥിതിക പ്രശ്നം നേരിടുന്ന ഒരു സ്ഥലം കൂടെയാണെന്നുള്ളത് അവിടുന്ന് ആൾക്കാരൊക്കെ ഞങ്ങൾ അറിയാൻ കഴിയുന്നത്. താന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്, വെള്ളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള. പക്ഷെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് ആണ്. അത് ഇന്റർനാഷണൽ ക്വാളിറ്റിയാണ് ആ സ്ഥലത്തിൻ്റെ ടൂറിസത്തിന്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിദേശികൾ അവിടെ ടൂറിസത്തിനായിട്ട് വരുന്നതെന്ന് തോന്നുന്നു. ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും 2 പ്രാവശ്യം മൺട്രോത്തുരത്തിൽ 2 തവണയായിട്ട് ഫാമിലിയായിട്ടും സുഹൃത്തുക്കളുടെയും കൂടെ പോയിട്ട് അവിടെ പോയി സ്റ്റേ ചെയ്ത് 2-3 ദിവസം അവിടെ നിന്നിട്ടാണ് വന്നത്. അത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് മൺട്രോത്തുരത്ത് എന്ന് പറയുന്നത്. ഈ പറയുന്ന ആ വില്ലേജ് ടൂറിസവും രാവിലെ ഏർലി മോർണിംഗ്, നട്ടപ്പുറ വെയിലത്ത് പോയി നടന്നിട്ട് കാര്യമില്ല. നല്ല ഏർലി മോർണിംഗ് അല്ലെങ്കിൽ നല്ല സൺസെറ്റ് സമയത്ത് ആ മൺട്രോത്തുരത്തിലെ ഐലൻഡിൽ ആ വെള്ളത്തിലൂടെ ഗ്രാമത്തിൻ്റെ ഇടയിലൂടെ ഒരു വഞ്ചി തുറഞ്ഞു പോകുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ലോകത്തെ എവിടെയും ഏത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ, പ്രീമിയം ടൂറിസം ഡെസ്റ്റിനേഷനിലും കിട്ടാവുന്ന അത്രയും മനോഹരമായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി മൺട്രോത്തുരത്തിലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പം അത് ഞങ്ങൾക്ക് മനോഹരമാണ്. അപ്പോൾ ആ സ്ഥലം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. ആ ആളുകളുടെ ആ ഒരു സ്ട്രഗിൾ അത് ബെറ്റർ, അത് ഇല്ലാതാവട്ടെ. അത് ഇനിയും നന്നായിട്ട് അവർക്ക് അവിടെ സർവൈവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിപ്പോൾ പ്രകൃതിയുടെ കയ്യിലാണ്, നമുക്കത് അതിൽ കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ എന്നാൽ പോലും ആ സ്ഥലം അത്ര മനോഹരമാണ്, അവിടുത്തെ ആൾക്കാരും അത്രയും മനോഹരമാണ്. അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ, അങ്ങനെ തന്നെ മുമ്പോട്ട് പോകട്ടെ. ആലോചിക്കാവുന്നതാണ്. ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കത് ആലോചിക്കാവുന്നതാണ്. ആൾക്കാരെ പറ്റി പറയുമ്പോൾ മരിയാനോട് വീട് ഷൂട്ട് ചെയ്ത ആ വീട് ഒറിജിനൽ വീടാണ്. അപ്പൊ ആ വീട്ടിലുള്ള ആൾക്കാർക്ക് ആകെ ചെറിയ വീടാണ്. ആ വീട്ടിലുള്ള ആൾക്കാർ നമുക്ക് വേണ്ടി അത്രയും സഹകരിച്ചു എന്നുള്ളതാണ്. ആകെപ്പാടെ 2 റൂമേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ നമ്മൾ ഷൂട്ടായിരുന്നു. ലാംഗ്വേജ് ഇപ്പൊ പൊന്മാനില് കൊല്ലം ഇപ്പൊ ഈ ലാംഗ്വേജ് പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഇപ്പൊ മമ്മൂക്കൊക്കെയാണ് ഇപ്പൊ പോക്കിരി രാജമാണിക്യം. അപ്പൊ അങ്ങനെ നമ്മൾ കുറെ കണ്ടേക്കുന്നത് ലാംഗ്വേജ് പഠിക്കാൻ. അപ്പൊ അത് റെഫറൻസ് വല്ലതും എടുത്തിട്ടുണ്ടോ? റെഫറൻസ് അവിടെ ഉള്ള സിനിമ റാവുചാപ്പിയുടെ ഡയറക്ടർ തൃശ്ശൂരുകാരനാണ്, അതിന്റെ ക്രൂ എല്ലാം തൃശ്ശൂരുകാരാണ്. അപ്പോൾ അവര് നമുക്ക് കറക്റ്റായിട്ടുള്ള ഇൻപുട്സ് തരും, എന്തൊക്കെ എങ്ങനെയൊക്കെ പിടിക്കുന്നത്. ഈ സിനിമ ചെയ്തിരിക്കുന്ന എല്ലാവരും കൊല്ലംകാരാണ്. ഇതിന്റെ ഡയറക്ടർ കൊല്ലംകാരനാണ്, ഇതിന്റെ റൈറ്റർ കൊല്ലംകാരനാണ്, ഈ ഇരിക്കുന്ന ആൾക്കാരല്ലാതെ ഒട്ടുമിക്ക എല്ലാവരും കൊല്ലംകാരാണ്, ടെക്നീഷ്യൻസ് ഒക്കെ. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ആ സിനിമയിലുണ്ടാവും. അപ്പൊ ആ സിനിമയുടെ ഒരു സ്വഭാവം കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് ആക്സെന്റ് സ്ലാങ്ങിലൊക്കെ എടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ എന്നാലും ഞാൻ ഉപയോഗിച്ചത് ഭയങ്കര കൃത്യം കൊല്ലമാണോ എന്ന് എനിക്ക് പറയില്ല. അത് കൊല്ലംകാരൻ എന്ന് പറയണോ അത് കറക്റ്റ് കൊല്ലാറുണ്ടെന്ന് എനിക്ക് അറിയില്ല. ആഘോഷം വേറൊരു തരത്തിലൊക്കെ അജേഷിന്റെ പോയിന്റ് ഓഫ് വ്യൂ 2 റൗണ്ട് അടിച്ച് നർമാദിക്കുക എന്ന് പറയുന്നതാണ് അജേഷിന്റെ ലൈഫിലെ ഒരു ആഘോഷം എന്ന് പറയുന്നത്. അതേസമയം ജോലിയുടെ സമയത്ത് കൃത്യമായിട്ട് ജോലി ചെയ്യുക എന്ന് പറയുന്നത് അയാളുടേതായിട്ടുള്ള ഐഡിയോളജീസ് ഉണ്ട്. അപ്പം അജേഷിന്റെ പോയിന്റ് ഓഫ് വ്യൂ 2 റൗണ്ട് അടിക്കുക എന്ന് പറയുന്നത് അജേഷിന് ഒരു ആവേശമാണ്, ആഘോഷമാണ്. അത് ബുക്കിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ള ക്യാരക്ടറിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അത്രയും റിസ്കിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ജെട്ടി ഇട്ടിട്ട് കടപ്പുറത്ത് ഒരു ഓർഡർ എന്ന് പറയുന്നത് ക്യാരക്ടർ സത്യത്തിൽ ഭയങ്കര പറഞ്ഞ സ്പോയിലറാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സിനിമയെ റിലേറ്റ് ചെയ്താ പറഞ്ഞത്. അപ്പൊ അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞപ്പോ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നു. അതെ, അത് വെളുപ്പാങ്കലത്താണ് ഓർഡർ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പുള്ളിയുടെ സ്റ്റൈൽ എങ്ങനെയാ, ഇത് അവിടെ മാത്രമല്ല പലയിടത്തും പുള്ളി അങ്ങനെ ചെയ്യാറുണ്ട്. ഇങ്ങനെയാണ് 8 മണിക്ക് ഓടണം. പുള്ളിയുടെ ആചാരം അങ്ങനെയാണ്. ആഘോഷത്തിന്റെ
പല പല ടൈപ്പ് ഉണ്ടല്ലോ. അത് പുള്ളി ഒറ്റയ്ക്കാ വന്നത്, പക്ഷെ കൂടെ ഓടിയപ്പോൾ 20 പേരുണ്ടായിരുന്നു. 4 ദിവസം പുള്ളി കൂട്ടിയ ഗ്യാങ്ങാണ് അത്. ഒറ്റ രാത്രി കൊണ്ട് പുള്ളി ഉണ്ടാക്കിയെടുത്ത ഗ്യാങ്ങാണ്. ഒറ്റയ്ക്ക് വന്നവനാണ്. പക്ഷെ പിറ്റേ ദിവസം അവൻ ഭയങ്കര ഷാർപ്പാണ്. കാരണം തലേ ദിവസം അടിച്ച് ഫിറ്റ് ആയിക്കുമ്പോഴാണ് പറയുന്നത് രാവിലെ എനിക്ക് എഴുന്നേറ്റ് ജെട്ടിപ്പുറത്ത് ഓടണം. കറക്റ്റ് എഴുന്നേറ്റ് അജേഷ് അലാം വെച്ച് എഴുന്നേറ്റ് ഓടാൻ വേണ്ടി പോയി. അത്രയും ക്ലാരിറ്റി ഉള്ള ഒരാളാണ് അജേഷ്. പറഞ്ഞ വാക്ക് ഉറപ്പായിട്ടും ജെട്ടിപ്പുറത്തിലേക്ക് ജെട്ടില്ലാതെ അജേഷ് ഓടും. പടത്തിലതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ബേസിൽ യൂണിവേഴ്സിറ്റി ഇപ്പൊ ഭയങ്കര നടക്കുകയാണ്. കാരണം ഈ പൊതുവേദികളിലെ മന്ത്രിമാര് പോലും സെക്കൻഡ് ഇപ്പൊ ആരും വേദികളിൽ കയറിയ കൈ കൊടുക്കാറില്ല പേടിച്ചിട്ട്. അപ്പൊ അത് ഇതിപ്പോ ഒഫീഷ്യലായിട്ട് നിർത്താനുള്ള എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അതൊരു സാമൂഹിക വിപത്തായി മാറിയിരിക്കുകയാണ്. എന്നാണ് ഇതിന്റെ അന്ത്യം? അന്ത്യൊന്നും ഉണ്ടാവില്ല. നിങ്ങള് നിർത്തിയാലും അല്ലാതെ പണ്ടൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ആരും കാണുന്നില്ല. നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് പുറത്തുള്ളൂ. അത് പൊക്കാൻ പോകുന്നില്ല. അത് തീരില്ല. പിന്നെ നമുക്ക് വല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റും നോക്കാം. അല്ല ഇപ്പൊ ശിവൻകുട്ടി മന്ത്രിയാണെങ്കിലും അവര് വിളിച്ചായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കോണ്ടാക്ട് അതായത് നമുക്ക് അതിനെ കുറിച്ച് എന്താണ് ചെയ്യാൻ പറ്റുക? ബില്ല് പാസ്സാക്കിയാലോ? അവരൊക്കെ നല്ല രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അതാണ് അതിന്റെ ഒരു അത് ആരും ഉപദ്രവിക്കുന്നില്ല. ആർക്കും ഉപദ്രവമില്ല. ആൾക്കാർക്ക് എന്റർടൈൻമെന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ആരാണെന്നൊന്നുമില്ല. എല്ലാവരും അതിന്റെ ഭാഗമാകുന്ന എല്ലാവരും അതിനകത്ത് എൻജോയ്മെന്റ് കണ്ടെത്തുന്നുള്ളതിൽ സന്തോഷമുണ്ട്. അതല്ല ഇപ്പൊ കേരളത്തിലെ കൾച്ചർ മാറി. ഒരാൾ ഷെയ്ക്കാൻഡ് കൊടുക്കുന്നത് മറ്റൊരാളുടെ കൈ പിടിച്ചു വെച്ചിട്ട് അങ്ങനത്തെ വ്യത്യാസം വന്നിട്ടുണ്ട്. ബേസിലാണ് അതിന് തുടക്കം കിട്ടുന്നത്. അല്ല ഞാനിപ്പോ ഇതുപോലെ ക്യാമറ ആയിട്ട് ഇങ്ങനെ ഇവിടെ ക്യാമറ കൈ നീട്ടിട്ട് വരും. ചേട്ടാ ഷെയ്ക്കാൻഡ് എന്ത് വിശ്വസിച്ചിപ്പോ നീ വലിച്ച അങ്ങനെ. പക്ഷെ ഓക്കെ കഴിഞ്ഞ ദിവസവും കൂടെ ഉള്ളൂ. ബേസിൽ ടോവിനോ വരുന്നത് മരണമാസം അടുത്ത സ്ഥലത്തിന്റെ ഞെട്ടിക്കോ ഞങ്ങളെ? അത് ആ സിനിമയായിട്ട് വരുമ്പോ പറയാം. പക്ഷെ നല്ല സിനിമയായിരിക്കും തോന്നുന്നു. കോമഡി സിനിമയാണ്. അത് വേറെ രീതിയിലുള്ള ഒരു സിനിമയാണ്. പെൺമാൻ പോലത്തെ ഒരു സിനിമയല്ല. അതിന്റെ കളറൊക്കെ വേറെ. അത് വേറെ രീതിയിൽ എന്റർടൈൻ ചെയ്യുന്നു തന്നെയാണ് തോന്നുന്നത്. ടോബി ബേസിൽ കോമ്പോ അതിൽ കാണാൻ പറ്റും. സിനിമ കാണുമ്പോ നോക്കാം. താങ്ക് യു. സന്തോഷം.